യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞതായ കൽപ്പനകൾ, അതേ അവന്റെ വചനങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇന്ന് അനേക ആളുകൾ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. പലരും പേരിൽ തന്നെയാണ് അവർ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെക്കുറിച്ചോ അല്ല യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെക്കുറിച്ചോ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞാൻ അതിനു വേണ്ടിയൊന്നും കൺസേൺ ഒന്നുമല്ല. മറിച്ച് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്, അവരെപ്പോഴും ചിന്തിക്കുന്നത് അന്നേരം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മാത്രമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ജീവിക്കണമെന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോക്കൂ, കർത്താവ് യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും എടുത്തിരിക്കൊണ്ട് നിങ്ങൾ ഇനി ലോകക്കാരല്ല. ലോകക്കാർ അല്ലെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ദൈവരാജ്യത്തിലുള്ളവരാണ്. അതേ കർത്താവ് യേശുക്രിസ്തു രാജാവായിരിക്കുന്നതായ ആ ഒരു ആത്മീയ മണ്ഡലത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആത്മീയ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ അതേ ആ രാജാവ് പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ആ രാജകീയമായ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അത് നമുക്ക് സാധ്യമാകുന്ന എപ്രകാരമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചത്. കൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് അനേക ആളുകളും ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അപ്രകാരമല്ല, ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് തെളിയിക്കുവാനാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം ഇതായിരുന്നല്ലോ, 1 യോഹന്നാൻ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കർത്താവ് യേശുക്രിസ്തു ഈ ഒരു കാര്യമാണ് കൂടുതൽ പ്രാധാന്യത്തോടെ തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ അടുക്കൽ കടന്നു വന്ന ആളുകളോടും പറഞ്ഞത്. കാരണം സ്നേഹത്തിലൂടെയാണ് സകലതും സാധിക്കുന്നതെന്നുള്ളതാണ് യേശു പറഞ്ഞതിൻ്റെ സാരാംശം എന്നുള്ളത്. ഇത് കർത്താവ് യേശുക്രിസ്തു താൻ മറ്റുള്ളവരെ സ്നേഹിക്കാതെ വെറും ഒരു പ്രസംഗം മാത്രമായി യേശു ചെയ്ത ഒരു കാര്യമല്ല. മറിച്ച് അവൻ പിതാവായ ദൈവത്തിനാൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട് അതേ പിതാവിനോടുള്ള ആ സ്നേഹബന്ധത്തിൽ തുടർന്നുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരെ സ്നേഹിച്ചു, തന്നെ ഉപദ്രവിച്ചവരെ സ്നേഹിച്ചു, അതേ തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു. നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതേ ഫോർ നോളജ് ഉള്ളവനായ കർത്താവ്, മുന്നറിവുള്ളതായ കർത്താവ്, സകലത്തെ അറിയുന്നതായ കർത്താവ്, സമുദ്രത്തിന്റെ അടിയിലൂടെ കടന്നു പോകുന്നതായ മത്സ്യത്തിന്റെ വായിലിരിക്കുന്ന പണം വരെ കണ്ടതായ കർത്താവിന് യൂദായെ തെരഞ്ഞെടുക്കുമ്പോൾ, അല്ല പത്രോസിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരുവൻ തള്ളി പറയുമെന്നും മറ്റൊരുവൻ ഒറ്റിക്കൊടുക്കുമെന്നും യേശുവിന് അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. പക്ഷേ യേശു അവരെ സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കുക, ഇത് കർത്താവ് യേശുക്രിസ്തു ഒരു പ്രസംഗമായി മാത്രം പറയുകയല്ല ചെയ്തത്, മറിച്ച് തൻ്റെ ജീവിതം കൊണ്ട് അവനത് ഉദാഹരിക്കുകയും ചെയ്തു. മറ്റൊരു ഉദാഹരണമല്ല യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നല്ലേ യേശു പറഞ്ഞത്. അതെ, യേശുവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല, മറിച്ച് നമ്മൾ എല്ലാവരും തന്നെ ഒരു ആത്മീയ സമൂഹത്തിലാണ്, ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ദൈവം നമ്മെ സഹായിക്കും. മറ്റുള്ളവരും നമ്മളോട് ചേർന്ന് ഓരോരുത്തരും കൽപ്പനകളെ അനുസരിക്കുവാൻ അതേ തമ്മിൽ തമ്മിൽ പ്രാപ്തരാക്കുമെന്നുള്ള സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് യേശുക്രിസ്തു ന്യായപ്രമാണം എന്നുള്ള ആ വിഷയത്തെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ യേശു പറയുകയുണ്ടായി. യേശുക്രിസ്തുവിനെ കേൾക്കുന്നതായ ബഹുഭൂരിപക്ഷം പേരും പഴയനിയമ പ്രമാണങ്ങളെ അറിയുന്നവരും അതേപോലെ തന്നെ അത് അനുസരിക്കുന്നവരുമായ ആളുകൾ, അതിൽ വളരെ പരീക്ഷ മനോഭാവവും അതായത് വളരെ ഭക്തിയുള്ളതുമായ ആളുകൾ, അതിൽ വളരെ അറിവുണ്ടെന്ന് ധരിക്കുന്നതായ നടിക്കുന്നതായ ആളുകൾ, അവരെല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ ശ്രോതാക്കളായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോടൊക്കെ കർത്താവ് യേശുക്രിസ്തു ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ന്യായപ്രമാണത്തിൽ ധാരാളം പ്രമാണങ്ങൾ, കൽപ്പനകളുണ്ട്. ഈ കൽപ്പനകൾ അനുസരിക്കുക വഴി മാത്രമേ ന്യായപ്രമാണത്തെ ഒരുവന് അനുസരിപ്പാനും ആ ന്യായപ്രമാണ നിമിത്തമുള്ള നന്മ അവൻ അനുഭവിക്കാനും കഴിയത്തുള്ളൂ. പക്ഷെ മോശ എന്താ ചെയ്തത്?
ന്യായപ്രമാണത്തിൽ അവിടവിടങ്ങളായി പറഞ്ഞിരിക്കുന്നതായ പല കൽപ്പനകളെല്ലാം കൂടെ കാച്ചി കുറുക്കി 10 കൽപ്പനകളാക്കി അതിനെ ചുരുക്കിയെടുത്ത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്കോണം ആക്കി തീർത്തു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു എന്താണ് ചെയ്തത്? അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങൾ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം. അടുത്തത് 22-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലാണ് രണ്ടാമത്തെ കൽപ്പന യേശു പറയുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നിട്ട് യേശു 40-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്യത്തിന്റെ മനോഹരത എന്താണ്? ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ, മോശ ഈ കൽപ്പനകളെല്ലാം ചുരുക്കി അത് 10 ആക്കി നിർത്തിയപ്പോൾ യേശുക്രിസ്തു വീണ്ടും ഈ കൽപ്പനകളെ, അതേ ഈ 10 കൽപ്പനകളെ ചുരുക്കി 2 ആക്കി മാറ്റുന്നു. അതിൽ 1 എന്ന് പറയുന്നത് ഒരിക്കലും മാറിക്കൂടാത്തത്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം. നോക്ക്, ഇതിലെല്ലാം തന്നെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെയല്ല പറയുന്നത്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, നമ്മുടെ ജീവിതത്തിലുള്ള സകലതും കൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. ഒരു വിവാഹ ബന്ധമാണെങ്കിൽ ആ വിവാഹ ബന്ധത്തിലൂടെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. ഒരു പേരന്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധത്തിലൂടെ കർത്താവിനെ സ്നേഹിക്കണം. സമൂഹത്തിൽ മറ്റുള്ളവരെ സേവനം ചെയ്തതായ ആളുകളാണെങ്കിൽ അതിലൂടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം. അതാണ് ഇവിടെ പറയുന്നത്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ കൂടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കണം. അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഒന്നാമത്തെ കൽപ്പന. എന്നിട്ട് രണ്ടാമത്തെ കൽപ്പനയായിട്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, അതായത് 2 കൽപ്പനകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ, അതായത് 10 കൽപ്പനകളെ ചുരുക്കി 2 കൽപ്പനകളാക്കിയിട്ട് യേശു പറയുന്നു, ഏറ്റവും ആദ്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും നീ സ്നേഹിക്കണം. ഇതാകുന്നു ഏറ്റവും വലിയ കൽപ്പന. ഇത് ഒന്നാമത്തെ കൽപ്പന. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ഷുഡ് ഒബേ ദിസ്. രണ്ടാമത്തത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥം, എനിക്ക് എൻ്റെ കാര്യങ്ങളാണ് മുൻഗണനയെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലും എനിക്ക് മുൻഗണന ഉണ്ടാകണം. എൻ്റെ വിഷയങ്ങളെക്കുറിച്ചുള്ളതാണ് എൻ്റെ കൺസേൺസ് എങ്കിൽ, എൻ്റെ ഉത്കണ്ഠകളെങ്കിൽ മറ്റുള്ളവരുടെ വിഷയത്തിലും എനിക്ക് ഉത്കണ്ഠകൾ ഉണ്ടാകണം. ഒന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ല അവരെ സഹായിക്കണമെങ്കിൽ എനിക്ക് സഹായിക്കാൻ കഴിയണം. ഇതിൽ എന്താണ് പറയുന്നത്? കേവലം ഒരു കൂട്ടുകാരനെ നമ്മൾ സ്നേഹിക്കുക, നമ്മെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവരെയും നമ്മൾ അതേപോലെ തന്നെ സ്നേഹിക്കണം. നമുക്ക് ശത്രുക്കളില്ല, ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. എന്നിട്ട് യേശു പറയുന്നു, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവിടെ പ്രവാചകന്മാർ എന്ന് ചേർത്തതാണ്. സകല ന്യായപ്രമാണം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ യേശുവിന് പറയാം. പക്ഷെ പ്രവാചകന്മാർ എന്ന് പറയുന്നതിനർത്ഥം പിന്നീട് വന്ന പ്രവാചകന്മാർ, അവർ പലരും പ്രവചിച്ചത് എല്ലാവരും തന്നെ ആ ന്യായപ്രമാണത്തിന് വിധേയമായിട്ടല്ല. ദൈവം കാലാകാലങ്ങളിൽ അവർക്ക് കൊടുക്കുന്നതായ തിരുത്തലുകൾ, ഉപദേശങ്ങൾ, അവയെല്ലാം തന്നെ ഈ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് ദാവീദ് എന്ന ആ പ്രവാചകനെ നമുക്ക് നോക്കാം. ദാവീദ് ഒരു രാജാവ് മാത്രമായിരുന്നില്ല, അവനൊരു പ്രവാചകനായിരുന്നു. എത്രയോ മനോഹരമായ പ്രവാചക സങ്കീർത്തനങ്ങൾ ദാവീദ് ചമച്ചിട്ടുണ്ട്. അതിൽ 22-ാം സങ്കീർത്തനം മശീഹിക പ്രവചനമുള്ള സങ്കീർത്തനമാണെന്ന് നമുക്കറിയാം. ഇവിടൊക്കെ ഈ ദാവീദ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ, നീ ഹനനയാഗം ഇച്ഛിക്കുന്നില്ല, ഭോജനയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഇത് ദാവീദിന് എന്തുകൊണ്ടാണ് പറയുവാൻ ഇടയായി തീർന്നത്? കാരണം ന്യായപ്രമാണത്തിൽ ഹനനയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഭോജനയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കുകയുള്ളൂ. അതേ, അവരുടെ ആ പാപത്തിന്റെ ആ പ്രവൃത്തികളിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒരു വിടുതൽ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ദാവീദ് ഇപ്പോൾ പ്രവചനികമായി പറയുകയാണ്,
ദൈവത്തിന് ഇതിലൊന്നും തന്നെ പ്രസാദമുണ്ടാകുന്നില്ല. ദൈവത്തിന് ഏറ്റവും പ്രസാദകരം എന്ന് പറയുന്നത് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം. അത് ഒരു വ്യക്തി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് നുറുക്കമില്ലാതെ എത്ര ഹനനയാഗം കഴിച്ചാലും എത്ര ഭോജനയാഗം കഴിച്ചാലും ദൈവത്തിൽ നിന്നും ഒരു ആശ്വാസം അവനുണ്ടാവുകയില്ല. നോക്കൂ, ഇതാണ് ദൈവവചനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്തസ്സത്ത. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മളുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഒന്നാമത് നാം ദൈവത്തെ സ്നേഹിക്കുക, നമ്മുടെ എല്ലാം കൊണ്ടും ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ അക്സെപ്റ്റബിളായി തീരും? എങ്ങനെ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യത ഉള്ളവരായി തീരും? അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം കൊണ്ടും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഞാൻ ചിലത് കൊണ്ട് മാത്രമാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്? ഞാൻ എന്നെപ്പോലെ തന്നെ ഞാൻ എൻ്റെ അയൽക്കാരെ, എൻ്റെ മറ്റുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളിലും നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും കടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ദൈവവചനം വിട്ട് ഞങ്ങൾക്ക് തോന്നിയതായ നിലയിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കണ്ണുകൾ തുറന്ന് വാസ്തവമായിട്ടും ആത്മീക സന്തോഷം എന്താണെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കേണ്ടതായ 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ, അതേ ആ മുഴുവനും കൽപ്പനകളും അടങ്ങിയിരിക്കുന്നതായ 2 കൽപ്പനകളെക്കുറിച്ച് കർത്താവെ അങ്ങ് തന്നെ പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.